അവരെന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിമാനത്താവളത്തിൽ ആളുകളോട് സംസാരിക്കുന്നു, ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അത് മറ്റാരും ഒരു ഹൂത്തി വിമതനാണ്. അവരെല്ലാം വിമാനത്താവളം പിടിച്ചു വെച്ചിരിക്കുകയാണ്. വീണ്ടും എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ പാസ്പോർട്ടുമായിട്ട് അദ്ദേഹം ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. വാച്ച് ഉൾപ്പെടെയാണ് അദ്ദേഹം പിടിക്കുന്നത്. എൻ്റെ വാച്ചിലേക്ക് ഇങ്ങനെ അദ്ദേഹം പിടിച്ച് എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറയാം, ആർ യു ജേർണലിസ്റ്റ്? യു ആർ ബാൻഡ് ഹിയർ. നിങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ജേർണലിസത്തിന് ഇവിടെ ജിബൂട്ടിൽ സ്ഥാനമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. അവരെന്നെ ഒരു റൂമിൽ അടയ്ക്കുന്നു, ലോക്ക് ചെയ്യുന്നു. എനിക്ക് എങ്ങനെ വിഷമമുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ മാത്രം ഒരു റൂമിൽ ഇങ്ങനെ പെട്ടു നിൽക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ഐപ്പ് വള്ളികാടൻ. ആലപ്പുഴക്കാരനാണ്. ആളുകൾക്കൊപ്പവും അല്ലാതെയും ഒക്കെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. യമൻ യുദ്ധസമയത്ത് ആ വാർ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ആ യാത്രയുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ നഗരത്തിലൂടെ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ രണ്ട് വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദുബായിൽ മാതൃഭൂമിയുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫായിട്ടിരിക്കുന്ന സമയത്താണ് യമൻ യുദ്ധം നടക്കുന്നത്. യമനെ കുറിച്ച് നമുക്ക് വലിയ ധാരണകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് വാർത്തകളൊന്നും തന്നെ യമനിൽ നിന്നും വരാത്തൊരു സമയത്താണ് യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നു. ഒരുപാട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത നമുക്ക് കിട്ടുന്നത്. അവിടെയും ഇവിടെയും ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ചില വാർത്തകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യമനിൽ എത്രത്തോളം മലയാളികൾ ഉണ്ടെന്ന് പോലുള്ള കണക്ക് നമ്മുടെ കേരളത്തിലെ നോർക്കയ്ക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് നമ്മൾ യമനിൽ വാർത്ത അല്ലെങ്കിൽ യമനിൽ നിന്നുള്ള കൃത്യമായ വാർത്ത ലഭ്യമാക്കാൻ വേണ്ടി നേരിട്ട് അവിടേക്ക് ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഒരു യാത്രാ സഞ്ചാരി കൂടിയായിട്ടുള്ള ഞങ്ങളുടെ MD ആയിരുന്ന ശ്രേയാംസ്കാറിനെ ഞാൻ വിളിക്കുകയാണ്. സാറേ, ഇങ്ങനൊരു അവസരമുണ്ട്, നമുക്ക് യമനിൽ വാർത്ത ചെയ്യാൻ പോകാം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, സേഫ്റ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു രാത്രി കൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. ഇപ്പോൾ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി റിപ്പോർട്ട് ചെയ്യൂ, എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറയാതെ ദുബായിൽ നിന്നും ഞാനൊരു യാത്ര പോകാൻ പോകുന്നു, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞൊരു ജസ്റ്റ് ഇൻറ്റിമേഷൻ മാത്രം കൊടുക്കുന്നു. കാരണം അപ്പോഴും നമുക്ക് ഉറപ്പില്ല. കാരണം യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്ന് ധാരണയില്ലാത്തത് കൊണ്ട് വിമാന ടിക്കറ്റ് മാത്രമാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ദുബായിൽ ഇമിഗ്രേഷൻ അവിടെ ചെല്ലുന്നു. ഇമിഗ്രേഷനിൽ ഇന്ത്യക്കാർക്ക് യമനിൽ ഓണറബിൾ വിസയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ യാത്രയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വിമാന ടിക്കറ്റ് മാത്രം എടുത്ത് കയ്യിൽ സൂക്ഷിച്ച്, ഒരു ബന്ധങ്ങളുമില്ല, യമനിൽ ഒരു പരിചയക്കാരനില്ല, ആരെയാണ് പോയി കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയത്തില്ല, എങ്കിലും ധൈര്യസമേതമായി യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ദുബായിൽ നിന്നും എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് ടിക്കറ്റ് കിട്ടുന്നത്. എത്യോപ്യയിൽ ചെന്ന് അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം യമനിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആണ് അറിയുന്നത് യമനിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചു, അവിടേക്കുള്ള പ്രവേശനം സാധ്യമല്ല. ദുബായിൽ നിന്നും ജിബൂട്ടി എന്ന സ്ഥലത്തേക്ക് എത്താമെന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടിയാണ്. അതനുസരിച്ച് എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാന ടിക്കറ്റ് നമ്മൾ റീകറക്റ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ ജിബൂട്ടിയിലും ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരനോ പരിചയമില്ലാത്ത ഒരു വ്യക്തി ആദ്യമായി യാത്ര ചെയ്യാണ്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ ഇന്ത്യക്ക് എംബസിയോ കോൺസുലേറ്റോ ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് വീണ്ടും ദുഷ്കരമാണ്. സേഫ്റ്റി വീണ്ടും പ്രശ്നമാണ്. കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സമീപിക്കാൻ ഒരു ഇന്ത്യൻ എംബസിയോ കോൺസുലേറ്റോ പല രാജ്യങ്ങളിലും ഉണ്ടാവും. എന്നാൽ ജിബൂട്ടി എന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല. അപ്പോൾ എനിക്ക് ആശങ്ക കൂടി, ദൈവമേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, എന്നെ ആരെങ്കിലും പിടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുക? ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു ടൂറിസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. കാരണം ഒരു ജേർണലിസ്റ്റിന് അവിടെ പ്രവേശനമുണ്ട്. പ്രത്യേകിച്ച് ഒരു വാർ സോണാണ്. വാർ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമകൾ കടക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കാർഗിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്ത് കണക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം റിപ്പോർട്ട് ചെയ്ത് കണക്കോ ഒരു മാധ്യമപ്രവർത്തനം അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു ഫോറിൻ ലാൻഡിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിലേക്ക് എൻട്രി പോലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ടൂറിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ നടിച്ചുകൊണ്ടാണ് ജിബൂട്ടി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ദുബായ് വിമാനത്താവളത്തിൽ ആദ്യം എത്തുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങോട്ടേക്കാണ് യാത്ര? അപ്പോൾ ഞാൻ ജിബൂട്ടിയിലേക്കാണ്. എന്താണ് ഉദ്ദേശം? ഞാൻ പറഞ്ഞു ബിസിനസ് പർപ്പസ് ആണ്. ഓക്കെ, ഡൺ. അപ്പോൾ ജിബൂട്ടിയിൽ ഇന്ത്യക്കാർക്ക് ഓണറബിൾ വിസ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളില്ലാതെ എമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച് ഞാൻ സെക്യൂരിറ്റി ഗേറ്റിനുള്ളിലേക്ക് കടന്നു. അവിടെ വെച്ചിട്ടാണ് എൻ്റെ സുഹൃത്തിനെ, ഒരു ട്രാവൽ ഏജന്റ് കൂടിയായിട്ടുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നത്. റിഷാൽ എന്നാണ് ദുബായിലുള്ള അവൻ്റെ പേര്. ഞാൻ വിളിച്ചു പറഞ്ഞു, റിഷാലെ, എൻ്റെ എമിഗ്രേഷൻ ഓക്കെ ആയിട്ടുണ്ട്, ഇനി എനിക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ജിബൂട്ടിലെ ഒരു ഹോട്ടലിലും ഒരു റൂം പോലും കിട്ടാനില്ല. അവസാനം ഒരു ഹോട്ടലിൽ ഒരു റൂമിൽ എനിക്ക് ഇടം കിട്ടുകയാണ്. ആ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നു.
ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് റോമിംഗ് ഒക്കെ ആക്ടിവേറ്റ് ആണ് ചെയ്ത് പോകുന്നത്. പക്ഷേ ജിബൂട്ടിൽ എൻ്റെ സിം വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ലാൻഡ് ചെയ്തു. എൻ്റെ കൂടെയുള്ള 25 പേരും പുറത്തേക്ക് പോകുന്നു. ഞാൻ ഈ വിമാനം ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി. നമ്മുടെ വായുസേനയുടെ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം ആ എയർപോർട്ടിൽ കിടക്കുന്നു. കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നമ്മുടെ ഉള്ളിലുള്ള ജേർണലിസ്റ്റ് ഉയർന്നു. ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന ഐഫോൺ എടുത്ത് വിഷ്വലൊക്കെ പകർത്താൻ തുടങ്ങി. കാരണം എൻ്റെ ആഗ്രഹം എന്താണ്, എത്രയും പെട്ടെന്ന് ഈ വാർത്ത മാതൃഭൂമി ചാനലിലൂടെ ലോകത്തെ മുഴുവൻ അറിയിക്കണം. ജിബൂട്ടിയിൽ ഇന്ത്യ രക്ഷാപ്രവർത്തനം നടത്തി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇതൊന്നും എന്താണ് സംഭവിക്കുന്നത്, ഇനി അടുത്തത് എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ വിമാനത്താവളത്തിൽ നിന്നും എന്നോട് സെക്യൂരിറ്റീസ് പറഞ്ഞു, നിങ്ങൾ മൂവ് ചെയ്യണം, റൺവേയിൽ നിന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വിമാനം ഇറങ്ങി നടന്നാണ് നമ്മൾ എമിഗ്രേഷൻ. ഒരു കൊച്ചി എയർപോർട്ടാണ്, വളരെ ചെറിയൊരു എയർപോർട്ട്. ഞാൻ എമിഗ്രേഷൻ ആദ്യം നമ്മൾ കടക്കേണ്ടത് എമിഗ്രേഷനാണ്. ഒരു പാസ്പോർട്ടിൻ്റെ സീൽ പതിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ഞാൻ എത്തുകയാണ്. ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി എന്നോടൊപ്പം യാത്ര ചെയ്ത് വന്ന എൻ്റെ അടുത്തിരുന്ന് പരിചയപ്പെട്ട വ്യവസായി അടക്കമുള്ള ആളുകൾ ബൈ പറഞ്ഞ് പോയി. അപ്പോഴും എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല. ഞാൻ നോക്കുമ്പോൾ പറയാം, കുറേ അഭ്യർത്ഥികളായിട്ടുള്ള കുറേയധികം ആൾക്കാർ എൻ്റെ ചുറ്റും ആ വിമാനത്താവളത്തിൻ്റെ പല കോർണറിലായിട്ട് കുടുംബമായിട്ടും അല്ലാതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ആളുകളെ കണ്ടപ്പോൾ എനിക്കൊരു പരിഭ്രാന്തി കൂടി. എന്താ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്? അപ്പം പലരുടെയും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിരിക്കുന്നു യുദ്ധത്തിൻ്റെ പ്രശ്നം കാരണം. ഇപ്പം മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ ഫാർ ഈസ്റ്റ് കൺട്രീസിലെ ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള സ്ഥലമാണ് യമൻ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് ഇഷ്ടംപോലെ തെരുവുകൾ ആ യുദ്ധകാലത്ത് നശിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാഴ്ച കാണാനും അവിടെ പോയി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നിരവധി മുസ്ലിങ്ങളും വരുന്നൊരു സമയമാണ്. പക്ഷേ യുദ്ധം കാരണം അവരും സ്റ്റാൻഡേർഡായി, അവരും ഒറ്റപ്പെട്ട് ഈ വിമാനത്താവളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കുത്തിയിരിക്കുകയാണ്. ചിലർ ഉറങ്ങുന്നു, ചിലർ ഇരുന്ന് കരയുന്നു. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ആ സമയത്താണ് വളരെ അവിചാരിതമായിട്ട് ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് 2 പേര് നടന്നു വരുന്നു. അതിലൊന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ജനറൽ VK സിംഗും, അതോടൊപ്പം തന്നെ പണ്ട് ഞാൻ ആദ്യം ദുബായ് ചെന്നപ്പോൾ അവിടുത്തെ കോൺസൽ ജനറൽ ആയിരുന്ന സഞ്ജയ് വർമ്മ സാറിനെ ഞാൻ കാണുന്നു. സാറിനോട് പരിചയം പുതുക്കുന്നു. എന്താണ് ഇപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ സാർ ഞാൻ വേറെ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. ഓ വെരി ഗുഡ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരാൾ ഇത്രയും വലിയൊരു ദൗത്യം ഞങ്ങൾ നടത്തിയിട്ട് ആളുകളൊന്നും അറിയാതെ പോകുന്നു, നിങ്ങളാണ് ആദ്യം വന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലെ ഒരു പേപ്പർ എടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് എഴുതി തന്നിരുന്നു. അത് വലിയൊരു പിടിവള്ളിയായിട്ട് പിന്നീട് സംഭവിച്ചു. ആ കഥയിലേക്ക് ഞാൻ വരാം. ഞാൻ എമിഗ്രേഷന് വെയിറ്റ് ചെയ്യണം. ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, ക്യൂ ഒക്കെ അവസാനിക്കുന്നു. ക്യൂ ഇല്ല, എമിഗ്രേഷന് മുമ്പ് ക്യൂ ഇല്ല. ഞാൻ മാത്രം ഒരു അനാഥനെ പോലെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ധൈര്യം എല്ലാം വീണ്ടെടുത്ത് ഞാൻ കഥകിൽ മുട്ടി, എമിഗ്രേഷൻ ഓഫീസറെ കഥകിൽ മുട്ടി, സർ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ പാസ്പോർട്ടുമായിട്ട് അദ്ദേഹം ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. വാച്ച് ഉൾപ്പെടെയാണ് അദ്ദേഹം പിടിക്കുന്നത്. എനിക്കിപ്പോഴും ആ രംഗം ഓർക്കുമ്പോൾ ഒരു ഭയവും സങ്കടവും ഒക്കെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ വാച്ചിലേക്ക് ഇങ്ങനെ അദ്ദേഹം പിടിച്ച് എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറയാം, ആർ യു ജേർണലിസ്റ്റ്? അപ്പം ഞാൻ പെട്ടെന്ന് നമ്മളൊരു ടൂറിസ്റ്റ് പർപ്പസ് എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, ആർ യു എ ജേർണലിസ്റ്റ്? ഞാൻ പറഞ്ഞു, യെസ് സർ, ഐ ആം എ ജേർണലിസ്റ്റ്. വി ആർ ഇൻ ജിബൂട്ടി. ഐ സെഡ്, സർ ടു സീ, എനിക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അയാൾ പറയാണ്, എന്താണ് ജിബൂട്ടിൽ കാണാൻ? വാട്ട് ഈസ് ദർ ടു സീ ഇൻ ജിബൂട്ടി? ദർ ഇസ് നത്തിങ് ഇൻ ജിബൂട്ടി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജിബൂട്ടി വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വിമാനത്താവളമാണ്. കാരണം സൊമാലിയൻ കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുമ്പോൾ ആ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി, അവർ കടൽ കൊള്ളക്കാരിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ അടക്കം എയർബേസ് ഉള്ള സ്ഥലമാണ് ജിബൂട്ടി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ നമ്മുടെ വിമാനം കണ്ട് വളരെ അത്യുത്സാഹത്തോടെ അത് ഷൂട്ട് ചെയ്തൊക്കെ അവർ CCTV കാണുകയും എന്നെ അപ്പോൾ തന്നെ അവർ സംശയത്തിന് നിഴലിൽ കൊണ്ടുവരികയും എന്നെ അവരെന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവർ ചേസിങ് മീ ആക്ച്വലി. അങ്ങനെ എന്നെ കൃത്യമായിട്ട് അവർ നിരീക്ഷിച്ച് അവരെ നോട്ടീസ് ചെയ്യണം. ഞാൻ വിമാനത്താവളത്തിൽ ആളുകളോട് സംസാരിക്കുന്നു, ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവരെന്നോട് ചോദിച്ചു, കാരണം എൻ്റെ പാസ്പോർട്ടിൽ UAE വിസ പതിപ്പിച്ചിരുന്നു. ആ വിസയിൽ എൻ്റെ ഡെസിഗ്നേഷൻ രേഖപ്പെടുത്തിയിരുന്നത് ജേർണലിസ്റ്റ് എന്നായിരുന്നു. താഴെ മാതൃഭൂമി ടെലിവിഷൻ ചാനലിൽ നിന്നും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സംശയമുണ്ടായി. അവരെന്നെ ഒരു റൂമിൽ അടയ്ക്കുന്നു, ലോക്ക് ചെയ്യുന്നു. എനിക്ക് കരയണോ എങ്ങോട്ട് ഓടണമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, വി ആർ റിട്ടേണിങ് യു നെക്സ്റ്റ് ഫ്ലൈറ്റ്. അടുത്ത വിമാനം വരുമ്പോൾ നിങ്ങളെ തിരിച്ച് ദുബായിക്ക് വിടും. യു ആർ ബാൻഡ് ഹിയർ. നിങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ജേർണലിസത്തിന് ഇവിടെ ജിബൂട്ടിൽ സ്ഥാനമില്ല, നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. അപ്പോൾ എൻ്റെ ആശയങ്ങളൊക്കെ ഉയർന്നു. ഇത്രയും പൈസ മുടക്കി മാതൃഭൂമിയോടൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ യമൻ വാർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ആ സമയം കൊണ്ട് തന്നെ പലയിടത്തും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഐപ്പ് വള്ളികാടൻ യമൻ വാർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുള്ള പ്രൊമോസ് വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും ഭയങ്കര പ്രഷറായി. ആ പ്രഷർ കണ്ണുനീരിൽ നിന്നും കണ്ണീരായി തുടങ്ങി. എൻ്റെ ഫോൺ നോക്കുമ്പോൾ നിശ്ചലമാണ്, റോമിങ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ
എൻ്റെ റൂമിൻ്റെ തൊട്ട് മുകളിൽ വളരെ എന്താ പറയുക, ഏതോ ഒരു കൂട്ടിലടക്കപ്പെട്ട മൃഗത്തെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എൻ്റെ വിഷമം കണ്ടിട്ടെന്ന് ചോദിച്ചു, പറഞ്ഞു വാട്ട് ഹാപ്പൻഡ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഐ വോണ്ട് ടു മേക്ക് എ കോൾ. ഇതാണെങ്കിൽ ചെറിയ സമയമേ ഉള്ളൂ, സാർ ഐ വോണ്ട് ടു മേക്ക് എ കോൾ. എൻ്റെ കാലം എനിക്കിത് പ്രായം കുറവുള്ളൊരു പയ്യനാണ് എന്നെ നോക്കുന്നത്, പക്ഷെ അപ്പോഴും ഞാൻ അവനെ അഭിസംബോധന ചെയ്ത് ഓർക്കാണ്, സാർ ഐ വോണ്ട് ടു മേക്ക് എ കോൾ എന്നിങ്ങനെ മേളിലേക്ക് പറയുകയാണ്. പെട്ടെന്ന് പുള്ളി എനിക്ക് ജസ്റ്റ് താഴേക്ക് വരുന്നു, എന്താ ഫോൺ നമ്പർ എന്ന് ചോദിക്കും. അപ്പം ഞാൻ സഞ്ജയ് വർമ്മ സാറ് തന്ന കടലാസ് എടുക്കുകയാണ്, സാർ ഈ കോളൊന്ന് വിളിച്ചു തരാൻ പറ്റുമെങ്കിൽ. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് പുള്ളി ഡയൽ ചെയ്യുന്നു. ഒറ്റ ബെല്ലിൽ സാറ് ഫോൺ എടുക്കും. സാർ ഐപ്പാണ് സാറ്, ഞാനിങ്ങനെ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഇവർ എന്നെ ബാൻ ചെയ്യുന്നു, എന്നെ തിരിച്ചയക്കാനുള്ള പ്ലാനുണ്ട്, സാറിനൊന്ന് സഹായിക്കാൻ പറ്റുന്നു. ഐപ്പ് യു വെയിറ്റ് ഫോർ 5 minutes, വി ആർ ദെയർ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് എന്ന് പറഞ്ഞൊരു സമയം അരമണിക്കൂറായി, 40 മിനിറ്റായി, മറുപടി കിട്ടുന്നില്ല. വീണ്ടും ആശങ്കകൾ തുടരുകയാണ്. സാറും എന്നെ ഉപേക്ഷിച്ചെന്നൊരു ഒരു ഇതിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആർ യു മിസ്റ്റർ ഐപ്പ്? ഞാൻ പറഞ്ഞു യെസ് സർ. അപ്പോൾ എന്നെ ഒരാൾ പരിചയപ്പെടുത്തുന്നത്, സർ ഐ ആം മിസ്റ്റർ നളിൻ കോത്താരി, ഓണററി കോൺസുൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കോൺസുലേറ്റോ എംബസിയോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യ നിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഓണററി കോൺസുൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് എന്നോട് സംസാരിച്ചത്. എൻ്റെ ചെറിയ ഹാൻഡ് ബാഗ് അദ്ദേഹം എടുക്കുക. ഞാൻ സർ ഐ വിൽ ടേക്ക് ഇറ്റ്. നോ യു ആർ മൈ ഗസ്റ്റ്, ജസ്റ്റ് ഫോളോ മീ എന്ന് പറഞ്ഞു. ഞാൻ ആ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എന്തൊരു ജയിൽ മോചിതനായ പോലെ, അല്ലെങ്കിൽ ഏതോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷമായിരുന്നു എൻ്റെ മുഖത്തും മനസ്സിലും ഒക്കെ ഉണ്ടായിരുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വെളിയിലേക്ക് ഇറങ്ങി ഏതാനും മിനിറ്റുകൾ അദ്ദേഹം പറഞ്ഞു, യു ജസ്റ്റ് വെയിറ്റ് ഹിയർ, ഐ വിൽ കം ബാക്ക് വിത്ത് യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു പാസ്പോർട്ട് കിട്ടുന്നില്ല, ഒരു വിസ അടിക്കാൻ പ്രൊസീജിയർ ഉണ്ട്, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് എന്നെ കയറ്റുന്നു. എവിടേക്കാണ് ഇപ്പോൾ പോകേണ്ടത്? ഞാൻ സാറേ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യണം. പറഞ്ഞു ഇന്ത്യയുടെ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൻ്റെ പേരിലാണ് ഇന്ത്യ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട ഹോട്ടലുകൾ ഇന്ത്യ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും പ്രധാനപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ വാറുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റൂമുണ്ട്, ഐപ്പിന് വേണമെങ്കിൽ അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാർ ഞാൻ ഓൾറെഡി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോവാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറേയും കൂട്ടി കൊണ്ടുപോവാണ്. എന്നെ റിസപ്ഷനിൽ വിട്ടിട്ട് പറഞ്ഞു, ഡോണ്ട് വറി, നിങ്ങൾ ഒരുപാട് ടയർഡാണ്, ടെൻഷനായെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് എ റെസ്റ്റ്, നിങ്ങൾ പോയി ഒന്ന് വിശ്രമിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നു. വളരെ ചെറിയൊരു റൂമിൽ ചെന്ന് ഞാൻ അത്രയും നേരം എന്താ പറയുക, മനുഷ്യൻ എന്താ പറയുക, ടോയ്ലറ്റിൽ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇരുന്നത്. അപ്പം ഞാൻ ടോയ്ലറ്റിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ റൂമിലെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ ഞാൻ അവിടുത്തെ കുഴപ്പമില്ല, എമർജൻസി അല്ലെങ്കിൽ ഒരു രണ്ടാമത് വീണ്ടും അടിക്കുകയാണ്. അപ്പം ഞാൻ ചടവടന്ന് പുറത്തിറങ്ങി, സർ പോലീസ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്, പ്ലീസ് കം ഔട്ട്. ടെൻഷൻ വീണ്ടും ഇരട്ടിക്കാൻ തുടങ്ങി. പോലീസ് എന്തിനാണ് എന്നെ അന്വേഷിച്ച് ആ ഹോട്ടലിൽ വന്നിരിക്കുന്നത്? വീണ്ടും എന്തോ പ്രശ്നമുണ്ട്. നളിൻ കോത്താരി സാറിൻ്റെ നമ്പർ ഉണ്ടെങ്കിലും എനിക്ക് റിസപ്ഷൻ വരെ എത്തണമല്ലോ, അതിന് മുമ്പ് അവരെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ റിസപ്ഷനിൽ വരുമ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താണ് സംഭവം എന്ന് പറയാമോ? ഒരു കവറിനകത്ത് എൻ്റെ പാസ്പോർട്ട്, സർ യുവർ വിസ ഇസ് സ്റ്റാമ്പ്ഡ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് എൻ്റെ പാസ്പോർട്ട് ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പാസ്പോർട്ടും വിസയും സ്റ്റാമ്പ് ചെയ്തൊരു അനുഭവം എനിക്കില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വേണ്ടി ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് തരികയാണ്. എനിക്ക് വലിയ സന്തോഷം. ഞാൻ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഒരു ശ്വാസം, കുറേ മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീഴുന്നു. അങ്ങനെ ആ ദിവസം ആരംഭിക്കുകയാണ്. ഞാൻ നേരെ ഡ്രസ്സൊക്കെ ചെയ്തു, നേരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ റാഹത്ത് എന്ന പേരിൽ ഇന്ത്യ നടത്തിയ കുവൈറ്റ് യുദ്ധത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിൽ ഒന്നായിരുന്നു ഈ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത്. അതായത് യമനിൽ കുടുങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി വിമാനമാർഗമോ കപ്പൽ മാർഗമോ അവരെ നാട്ടിലെത്തിക്കുക. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഏതാണ്ട് 500-ലധികം 1000-ലധികം മലയാളികൾ നഴ്സുമാരായും മറ്റു ജോലിക്കായിട്ടും ജീവിക്കുന്ന നാട് കൂടിയാണ് യമൻ. ജിബൂട്ടിൽ ഹോട്ടലിൽ നിന്നും ഞാൻ നേരെ പോകുന്നത് വാർ റൂമിലേക്കാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു വാർ റൂം ഒരു ഹോട്ടലിൽ സജ്ജമാക്കിയിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംവിധാനം തന്നെ കാണുന്നത്. അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും നമ്മുടെ മുമ്പത്തെ ജനറലുമായിരുന്ന ജനറൽ VK സിംഗ് ആണ് അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. അന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ റാഹത്ത് നടക്കുന്നത്.
പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പട്ടാളക്കാരൻ കൂടി ആയതുകൊണ്ട് തന്നെ വാർ സോണിൽ നിന്നും ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താന്നുള്ള കൃത്യമായിട്ടുള്ള വിവരവും ബോധമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പിറ്റേ ദിവസം എയർ ഇന്ത്യ വിമാനം സൈമിൾട്ടേനിയസ്ലി 2 എയർ ഇന്ത്യ വിമാനങ്ങൾ യമനിലെ സനയിലേക്ക്, പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സനയിലേക്ക് പറക്കുകയാണ്. ആ സമയം ഹൂത്തികളും സൗദി അറേബ്യയും വെടിനിർത്തൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം 45 മിനിറ്റ് നേരം നിർത്തിവെക്കാൻ പോവുകയാണ്. ആ സമയത്തോടെ 45 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ സനയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങണം, അവിടുന്ന് ആളുകളെ കയറ്റണം, തിരിച്ചു പറക്കണം ജിബൂട്ടിലേക്ക്. ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന ടാസ്ക്. അപ്പോൾ എന്നെയും ആ ടീമിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുന്നു, എനിക്കൊരു പ്രത്യേക ID കാർഡൊക്കെ തരുന്നു. ഞങ്ങളെല്ലാവരും രാവിലെ 7 മണിയാകുമ്പോൾ ജിബൂട്ടി വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കാണാം നമ്മുടെ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ ഒരേ ദിശയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അതിലെ ആദ്യത്തെ വിമാനത്തിലേക്ക് ഞാനും VK സിംഗും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോകുന്നു. എൻ്റെ കൂടെ മറ്റൊരു മാധ്യമ സംഘവും ആ വിമാനത്തിൽ ജോയിൻ ചെയ്യണം. മറ്റാരുമല്ല, BBC-യുടെ റിപ്പോർട്ടിംഗ് ആണ്. ക്യാമറമാൻ, ക്യാമറ അസിസ്റ്റന്റ്, റിപ്പോർട്ടർ, മൈക്ക് ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തി, അവരുടെ ഒരു പ്രൊഡ്യൂസർ. ഈ ഒരു ടീമാണ് അവരുടെ വാർ റിപ്പോർട്ടിങ്ങിന് വേണ്ടി എത്തുന്നതെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വാർ റിപ്പോർട്ടർ ധരിച്ചിരിക്കുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. നമുക്ക് ഈ ഷർട്ടല്ലാതെ ഒന്നും വന്നില്ലായിരുന്നു. അപ്പോൾ വിമാനത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഉച്ചയ്ക്ക് 1 മണിക്കൂർ 45 മിനിറ്റ് സമയം വെടിനിർത്തലുണ്ട്. ആ വെടിനിർത്തലിൻ്റെ സമയത്താണ് നമ്മൾ കയറുന്നത്. പെട്ടെന്ന് നമ്മൾ വിമാനത്തിലേക്ക് ഓടി കയറുന്നത്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വേറെ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസ്മാരൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ഫടാഫട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച് കയറ്റിയാണ്. അങ്ങനെ കയറി ഞങ്ങൾ മുൻസീറ്റിൽ അടം പിടിക്കുന്നു. പോകുന്ന സമയത്താണ് ഞങ്ങൾ VK സിംഗിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നു. നമ്മൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് സമയം കൊണ്ട് ജിബൂട്ടിൽ നിന്നും പറന്ന് സനയിലെത്തുകയാണ്. സനയിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് കാണാം. വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ തന്നെ പുകപടലങ്ങൾ ഉയരുന്നു. അത് ബോംബ് പൊട്ടുന്നതാണോ തീ കത്തുന്നതാണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ വിമാനത്താവളത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുന്നു. ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നു. എനിക്ക് കാണാം ആ വിമാനം ലാൻഡ് ചെയ്ത് നമ്മളിങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് ഇടവേളയിൽ അടുത്ത വിമാനവും ലാൻഡ് ചെയ്യാണ്. ഒരു വാലോട് വാൽ ചേർന്ന് 2 വിമാനങ്ങൾ വിമാനത്താവളത്തിൻ്റെ പാർക്കിംഗ് ബേയിലേക്ക് എത്തുകയാണ്. പിന്നീട് കാണുന്ന കാഴ്ച, ഡോറ് തുറക്കുന്നു, നമ്മളെല്ലാം ഓടി ഇറങ്ങുന്നു. 2 ബസ്സുകൾ വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് ആളുകൾ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ഓടിക്കൊടുന്നു. ഞാൻ ക്യാമറയായിട്ട് പുറത്തു വന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അത് മറ്റാരും ഒരു ഹൂത്തി വിമതനാണ്. അവരെല്ലാം വിമാനത്താവളം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു PR ഉണ്ട്, പുള്ളി പോയി സംസാരിക്കുന്നു. നമ്മുടെ ആളാണ്, പ്രശ്നമില്ല, ഡോണ്ട് വറി, ഓക്കെ ഫൈൻ. നമ്മളെ വിടുന്നു, അയാളോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. പിന്നീട് കണ്ട കാഴ്ച ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ, ഒന്നുമില്ല കയ്യിൽ, മക്കളെയും പിടിച്ച് ഓടുകയാണ് വിമാനത്താവളത്തിൽ സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത്രയും സമയമുള്ളൂ. ആ സമയത്തോളം നമ്മൾ ഡോർ അടച്ചിരിക്കും, ബസ്സുകൾ അവിടെ നിന്ന് മൂവ് ചെയ്തിരിക്കും. കാരണം ഏത് സമയം വെടിനിർത്തൽ നിൽക്കും, വെടി തുടരും. ഒരു 20 മിനിറ്റ് കൊണ്ട് 2 വിമാനത്തിലും ആളുകൾ കയറി കഴിഞ്ഞിരിക്കുന്നു. പിന്നീടും ആളുകൾ മിച്ചം ബസ്സിൽ നിൽക്കുന്ന കാണാം. അപ്പം ഞങ്ങൾ VK സിംഗൊക്കെ ഇറങ്ങി ആളുകളുടെ ബാഗൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് വിമാനത്തിൽ കയറുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഞാനപ്പോൾ ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരിക്കലും ഇനി ഒരാളും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ മാക്സിമം വിഷ്വൽസും ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. തിരിച്ച് എന്നോട് പറഞ്ഞു, ഐപ്പ് കം ഫാസ്റ്റ്, നമുക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. സൈറൻ മുഴങ്ങുന്നു, നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ കാണുന്നത്. ആളുകൾ കയറുന്നു. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു വിമാനത്താൽ ഇപ്പോൾ അത് പറയാമോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും കുറേ കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ 3 സീറ്റ് 4 സീറ്റ് ഇരിക്കുന്ന വിമാനത്തിൽ 5 പേരും 6 പേരൊക്കെ ഇടുങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പൈലറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐപ്പ് യു ഡോണ്ട് ഷൂട്ട് ദീസ് വിഷ്വൽസ് ബിക്കോസ് ഈ വിമാനം ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് അയാട്ടയ്ക്ക് വിരുദ്ധമാണ്, നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല, കാരണം നമുക്ക് നിയമങ്ങൾ പാലിച്ചപ്പെടുത്താം. പക്ഷേ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷേ അവിടുത്തെ ഒരു നിയമം, മറ്റു നിയമം ഉണ്ടായിരുന്നു. ഏത് വിമാന കമ്പനി വന്നാലും യമനിലുള്ള ആളുകളെ ആദ്യം രക്ഷപ്പെടുത്തണം, എന്നിട്ട് മാത്രമേ മറ്റു രാജ്യക്കാരെ തൊടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആദ്യത്തെ ബിസിനസ് ക്ലാസ് സീറ്റുകളിലെല്ലാം യമനികൾ കയറിയിരുന്നു. നമ്മുടെ ആളുകൾക്ക് 2ാമതാണ് അവസരം കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് വിമാനത്തിൻ്റെ വാതിലുകൾ അടയുന്നു. എമർജൻസി അനൗൺസ്മെൻറ്റ് വരുന്നു. ആളുകളൊക്കെ ഇരുത്തുന്നു. ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു, കരയുന്നു, ഭയങ്കര ബഹളങ്ങൾ. അപ്പോൾ ഒരു പെൺകുട്ടി എന്നെ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഭർത്താവ് ഇതുവരെ കയറിയിട്ടില്ല, ബസ്സിലാണ്. ഇപ്പോഴും അത് പറയുമ്പോൾ ആ ഒരു നെഞ്ച് എനിക്ക് ഇപ്പോഴും വിലങ്ങുന്നുണ്ട്. എൻ്റെ കൈ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാം, എനിക്കും നിവൃത്തിയില്ല ചേട്ടാ, ഒന്ന് സംസാരിക്കണം. അപ്പം ഞാൻ മൈക്കുമായിട്ടാണ്, മാതൃഭൂമിയുടെ മൈക്കുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എന്നെ അറിയത്തില്ല ആ കുട്ടിക്ക്. പക്ഷെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ബസ്സിലാണ്, കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ആ പെൺകുട്ടിക്ക് നേരെ വിളിക്കും, അപ്പം അടുത്ത വിമാനത്തിലുണ്ടോ ചേട്ടാ ഒന്ന് അന്വേഷിക്കാമോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ജിബൂട്ടി ചേട്ടാ, നമുക്ക് കുഴപ്പമില്ല, ഡോണ്ട് വറി എന്ന് പറയാണ്. അപ്പം ഇന്ത്യയുടെ അവസാനത്തെ വിമാന സർവീസാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. പിന്നീട് വിമാന സർവീസുകളിൽ അവസാനത്തെ ദിവസമാണ്. നമ്മൾ വിമാനം പുറപ്പെടുമ്പോൾ ഞാൻ ആളുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വിമാനത്തിനുള്ളിൽ നടക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച,
അത് ജീവിതത്തിൽ മറക്കാതിരിക്കാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ്. ഒരു പെൺകുട്ടി കയ്യിൽ ഇങ്ങനെ ഒരു ബാഗ് ഇങ്ങനെ അമുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, മോളെ എന്താ ടെൻഷനാണോ? ഹസ്ബൻഡ് കയറിയിട്ടില്ല. അല്ലേ ചേട്ടാ, കൊച്ചിന് വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ആ ബാഗ് ഉയർത്തി കാണിക്കുമ്പോൾ പ്രായമെത്താതെ ജനിച്ച ആ കുഞ്ഞു മുഖം, എനിക്ക് തോന്നുന്നു എൻ്റെ കൈക്കുള്ളിലിരിക്കും ആ കുഞ്ഞിൻ്റെ മുഖം, അത്രത്തോളം കുഞ്ഞിരിക്കുന്നു. കരയുകയാണ് ആ കുട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് സാറിനോട് പറഞ്ഞു, സാർ മിനിസ്റ്ററോട് ചെന്ന് പറഞ്ഞു, സാർ നമുക്ക് ഒരു ബേബി ഇൻഫൻ്റ് ഉണ്ട്, അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു. സാർ ഉടനെ പെട്ടെന്ന് പുറയിലേക്ക് വന്നു. എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനം പറയാതിരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ സീറ്റ് ആ പെൺകുട്ടിക്ക് നൽകുകയാണ്. കുറച്ചുകൂടെ വിശാലമായൊരു സീറ്റ് കംഫർട്ടായിട്ട് ഫ്രണ്ടിൽ കൊണ്ടിരുത്തുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഞങ്ങൾ ആ 20 മിനിറ്റ് കഴിഞ്ഞ് ജിബൂട്ടിലേക്ക് ആ വിമാനം ഇറങ്ങുമ്പോൾ, ആ വിമാനം ഇറങ്ങുന്ന സമയത്ത് അവിടെ ആംബുലൻസ് റെഡിയായിരുന്നു. ഈ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു ഡോക്ടറും ആ കുഞ്ഞിനെ കിടത്താനുള്ള ഒരു ഇൻക്യുബേറ്ററും അടക്കമുള്ളൊരു ആംബുലൻസ് അവിടെ സെറ്റ് ചെയ്തു. ഞാൻ ആലോചിക്കുന്നത്, ഒരു പട്ടാളക്കാരനായ ഒരു മന്ത്രി ആ ഗ്രൂപ്പിലുണ്ടായിരുന്നതിൻ്റെ മേന്മ, ഒരു ഗുണം അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ യാത്രയിലിടം തന്നെ അദ്ദേഹം വയർലെസ് ഫോണിലൂടെ പൈലറ്റിനെ വിവരം അറിയിക്കുകയും പൈലറ്റ് ആ കാര്യം അറിയിക്കുകയും ഇൻറ്റിമേറ്റ് ചെയ്യും. ജിബൂട്ടി വിമാനത്താവളത്തിൽ നമ്മൾ എയർ ഇന്ത്യയുടെ വിമാനം ഇറങ്ങുമ്പോൾ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഡോക്ടറും നഴ്സസും അവരുടെ സംവിധാനങ്ങളും റെഡിയായിരുന്നു. ആ കുഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് കൊച്ചിയിലേക്ക് എത്തുക. കുഞ്ഞിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തന കാലത്തിൽ ഇതൊരു യാത്രയാണെങ്കിലും യാത്രയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരുപാട് വിഷമകരമായ സംഭവങ്ങളുണ്ട്. അതിലൊരു യാത്ര തന്നെയായിരുന്നു ഇത്. അങ്ങനെ ജിബൂട്ടിലെത്തി ഇഷ്ടംപോലെ മലയാളികളെ പരിചയപ്പെട്ട് കുറേ അധികം മലയാളികൾ അവരെല്ലാം കണ്ട് വിമാനത്താവളത്തിലെത്തുന്നു. പിന്നീടാണ് മറ്റൊരു ദുഷ്കരമായ കാര്യം, ഇവരെങ്ങനെ കൊച്ചിയിലെത്തിക്കും? 2 മാർഗങ്ങളാണ് ഇന്ത്യ അവലംബിച്ചിരുന്നത്. ഒന്ന്, എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ ഇവരെ നാട്ടിലെത്തിക്കുക. മറ്റൊന്ന്, ലക്ഷദ്വീപിലേക്ക് പോയിരുന്ന കപ്പലുകളെ മുഴുവൻ നമ്മൾ അവരുടെ റൂട്ടെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നേരെ യമനിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കപ്പലിൽ ഇവരെ കൊണ്ടുവരാം. അപ്പോൾ ആളുകൾക്ക്, നമ്മുടെ മലയാളികൾക്ക് പറഞ്ഞ പ്രശ്നം, കപ്പലിൽ എത്ര ദിവസം കൊണ്ട് എത്താൻ? 5-6 ദിവസം എടുക്കും. വിമാനത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താമല്ലോ. അങ്ങനെ മൊത്തം പ്രശ്നമായി. അങ്ങനെ സഞ്ജയ് വർമ്മ സാർ എന്നെയാണ് മലയാളികളോട് സംസാരിക്കാൻ നിയോഗിച്ചത്. നിൻ്റെ ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒന്ന് സംസാരിക്കണം. അങ്ങനെ ആളുകളൊക്കെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസം രാത്രി നിങ്ങളിന്ന് കപ്പലിൽ കിടക്കണം. നിങ്ങൾ രാത്രി കപ്പലിൽ കിടക്കുമ്പം കപ്പൽ രാത്രി ഓടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് മലയാളികൾക്ക് അങ്ങനെ സംസാരിക്കാം. ഞാൻ ഇല്ല ഏട്ടാ, അങ്ങനെ കൊണ്ടുപോകത്തില്ല. പിറ്റേ ദിവസം നിങ്ങളെ വിമാനത്തിൽ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ അവർക്കൊരു സമയം വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും അന്ന് രാത്രി കപ്പലിലേക്ക് പോവുകയാണ്. നല്ല മീൻകറി അടക്കമുള്ള ഭക്ഷണം കപ്പലിലെ ഉദ്യോഗസ്ഥർ, മലയാളി പയ്യന്മാർ ഉണ്ടാക്കി തരികയാണ്. അങ്ങനെ ആളുകളൊക്കെ കിടന്ന് നമ്മൾ വിശ്വസിച്ചു. ആളുകളെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ അവരെ കപ്പലിൽ നിറക്കി വായുസേനയുടെ വിമാനത്തിൽ അവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ യമൻ യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ത്യ നടത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, അത് ഞാൻ ഒരു ഭാഗ്യമായിട്ട് തന്നെ പറയുകയാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൻ്റെ ഭാഗമായിട്ടൊരു മൊഡ്യൂളിൽ ഓപ്പറേഷൻ അകത്തൊരു ലെസണാണ്, പാഠപുസ്തകത്തിൽ ഒരു പാഠമാണ്. ആ പാഠത്തിൽ ഞാൻ എടുത്ത അന്നത്തെ ചിത്രങ്ങളും അന്നത്തെ റിപ്പോർട്ടിങ്ങുകളും ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് റെക്കഗ്നിഷൻ തരികയും ഇന്നും ആ ടെക്സ്റ്റ് ബുക്കിന് താഴെ ഫോട്ടോ കേട്ടസി അല്ലെങ്കിൽ റിപ്പോർട്ട് കേട്ടസി എന്ന് പറഞ്ഞിട്ട് ഐപ്പ് വള്ളിക്കാടൻ മാതൃഭൂമി ന്യൂസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന, ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യങ്ങളായിട്ട്, വലിയ ഓർമ്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ യമൻ വാർ ഇപ്പോഴും തുടരുന്ന ഒന്നാണ്, തീർന്നിട്ടില്ല. ഇപ്പോഴും അരക്ഷിതാവസ്ഥ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടുത്തെ ആളുകൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം, ഒരു യുദ്ധമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും നശിപ്പിക്കപ്പെടുക. അതിലേറ്റവും പ്രധാനം യമനിലെ ഒരു തെരുവ് തന്നെയാണ്, ഒരു ഗോൾഡൻ തെരുവ്. ആ തെരുവ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഏറ്റവും സുപ്രധാനമായ, സഞ്ചാരികൾ കാണണമെന്ന് യുനെസ്കോ ഇപ്പോഴും പറയുന്ന പട്ടികയിൽ ഉൾപ്പെട്ട യമനിലെ സനയിലെ ആ തെരുവ് ഇന്നില്ല. മനോഹരമായിട്ടുള്ള തൂണുകളാൽ നിർമ്മിച്ചിരിക്കുന്ന ആ വാതാനങ്ങളുള്ള ആ തെരുവുകൾ ഇന്നില്ല. അശേഷം അത് അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കോൺക്രീറ്റ് വേസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. അത് സങ്കടമുണ്ടാക്കുന്ന, കുറച്ച് കല്ലും മണ്ണും മാത്രം ഒരു കൂനയായി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ യാത്രകൾ കൊണ്ട് നമ്മൾ ചിലത് കണ്ടുപോകുന്നു, ചില കാഴ്ചകൾ നമുക്ക് കാണാൻ ബാക്കിയാവുന്നു, ചില കാഴ്ചകൾ ഇല്ലാതാകുന്നു. യമനെക്കുറിച്ച് ഒരു യാത്രാപ്രേമി എന്ന രീതിയിൽ, ഒരു സഞ്ചാരി എന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പലപ്പോഴും നമ്മളൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴേക്കും ആ കാഴ്ച നമുക്ക് മുന്നിൽ അപ്രത്യക്ഷമായി പോകും. അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ച കണ്ടു, ആ കാഴ്ച പിന്നീട് അവിടെ ചെല്ലുമ്പോൾ കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പോകും. പലപ്പോഴും യാത്രകളുടെ അനുഭവമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഒരു കാലത്തും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടത്തില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും തമാശയായിട്ട് പറഞ്ഞു, ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഇതാണ്. അതായത് നമ്മളൊരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ഒരു സൂചനാ ഫലകം നമ്മൾ കാണും, നന്ദി, വീണ്ടും വരിക. പലപ്പോഴും യാത്രയിൽ നന്ദി പറച്ചിലുകൾ ഉണ്ടാകത്തില്ല. നമ്മളൊരു യാത്ര കഴിഞ്ഞു, സേഫായി, ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഇനി എന്തെന്നുള്ള ചോദ്യത്തിലേക്ക്, അടുത്ത യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന കുറേയധികം മുഖങ്ങൾ, കുറേയധികം അനുഭവങ്ങൾ നമ്മുടെ യാത്രയുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ വലിച്ചെറിയുകയാണ്.
അതുണ്ടാകരുത്. യാത്രയുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കട്ടെ. അത്തരം യാത്രകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ആ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പുതിയ യാത്രയ്ക്ക് ഊർജവും ഉത്സാഹവും തരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്.